ജെയിംസ്, ഗുഡ് മോർണിംഗ്. ശരിക്കും ഇറാൻ ഒന്ന് പതുങ്ങുന്ന പോലെ തോന്നുന്നു. പക്ഷേ ഈ പുലി പതുങ്ങുന്നത് പോലെ വല്ലതുമാണോ, കുതിക്കാനാണോ എന്നറിയില്ല. എന്നാൽ അമേരിക്കൻ പ്രസിഡന്റിൻ്റെ പ്രസ്താവന വന്നിരിക്കുന്നു, ഇറാൻ ഒരു വലിയ രാജ്യമാണ്, അതുകൊണ്ട് തന്നെ സമയം വേണം എന്ന് പറയുന്നു. ഇത് നമ്മളെ ഓർമ്മിക്കുന്നത് യുക്രൈനിലേക്ക് ചെന്ന് കയറിയ റഷ്യയുടെ അവസ്ഥയാണ്. പറയൂ. തീർച്ചയായിട്ടും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ ചിന്തിച്ചതുപോലെ ഒരുപക്ഷെ ചിന്തിച്ചു കാണും. അവിടെ പോയി B-2 ബോംബറുകളും അതുപോലെ തന്നെ USS-ന്റെ അബ്രഹാം ലിങ്കനും USS ജെറാൾഡ് ഫോർഡും ഒരുപാട് മിസൈലുകൾ തൊടുത്താൽ കീഴടക്കാൻ പറ്റുന്നതാണ്, അവിടെ ഒരു ഭരണമാറ്റം കൊണ്ടുവരാൻ കഴിയുമെന്നുള്ള ചിന്തയിലാണ് ആരംഭിച്ചത്. പക്ഷെ ഇപ്പോൾ വന്നിരിക്കുന്നത് അവിടുത്തെ പരമോന്നത നേതാവിനെ കൊലപ്പെടുത്താൻ കഴിഞ്ഞത് അമേരിക്കയും ഇസ്രായേലും നേട്ടമായി കരുതുമ്പോൾ അദ്ദേഹത്തിൻ്റെ രക്തത്തിന് ഇപ്പോൾ ഇറാനിൽ വലിയ വില കൽപ്പിച്ചിരിക്കുന്നു എന്ന് മാത്രമല്ല, രക്തസാക്ഷിയായി മുദ്രകുത്തി ഒരു കൺസോൾട്ടേഷൻ ഇറാനിൽ ഉണ്ടായത് ഒരുപക്ഷെ ഇറാൻ പ്രതിരോധത്തിനും തിരിച്ചടിക്കാനും തുടങ്ങിയിരിക്കുന്നു എന്നുള്ളതിൻ്റെ സൂചന തന്നെയാണ്. ഈ പശ്ചിമേഷ്യയിലും മധ്യപൂർവ്വ ഏഷ്യയിലും യുദ്ധം കൂടുതൽ വ്യാപിക്കുന്നു എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാവുന്നത്. ഇതുവരെ പ്രധാനപ്പെട്ട ഗൾഫ് രാജ്യങ്ങളിലേക്ക് ഇറാൻ അടിച്ചിരുന്നു. ഇസ്രായേലും അമേരിക്കയും നിരന്തരമായി ഇറാനിലേക്ക് ആക്രമണം നടത്തുന്നു, തിരിച്ചുമടിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷേ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഒരു പ്രധാന സംഭവവാസം ഈ രാത്രിയിൽ ഈ ലെബനനിൽ നിന്ന് ഹെസ്ബുള്ള അവര് ഇസ്രായേലിലേക്ക് മിസൈൽ ആക്രമണം നടത്തി. തിരിച്ച് വൻതോതിലുള്ള ആക്രമണം ഇസ്രായേൽ ഇപ്പോൾ ലെബനോനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ലെബനോനിലെ ഹെസ്ബുള്ളയുടെ കേന്ദ്രങ്ങളടക്കം ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു പുതിയ രാജ്യം കൂടി ഇതിലേക്ക് വന്നിരിക്കുന്നു. ഒപ്പം തന്നെ ഹെസ്ബുള്ളയ്ക്ക് പുറമെ ഹൂതികൾ യമനിൽ നിന്ന് ആക്രമണം നടത്തുമെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇതൊക്കെ നടക്കുമ്പോഴും അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും ആക്രമണം കനത്തതാണ്. ഇറാനിൽ നിരവധി പേർ കൊല്ലപ്പെടുന്നുണ്ട്. ഇറാൻ്റെ ഗാന്ധി ആശുപത്രിക്ക് മേൽ ആക്രമണം നടന്നു. ഒരുപക്ഷെ ഈ യുദ്ധത്തിൽ സങ്കടപ്പെടുത്തുന്ന രണ്ട് വാർത്തകൾ. തുടങ്ങിയ ദിവസം തന്നെ അവിടുത്തെ ഇറാനിലെ ഒരു പ്രൈമറി സ്കൂള് ആക്രമിച്ച് ഇപ്പോൾ മരണസംഖ്യ ഏതാണ്ട് 160 കുരുന്നുകൾ കൊല്ലപ്പെട്ടു എന്നതിലേക്ക് എത്തിയിരിക്കുന്നു. നിരവധി കുട്ടികൾ ഇപ്പോഴും ആശുപത്രിയിലാണ്. അതുകൂടാതെയാണ് ഇപ്പോൾ ഗാന്ധി ആശുപത്രിക്ക് മേൽ ആക്രമണം നടന്നിരിക്കുന്നത്. ഗസയിൽ നമ്മളൊക്കെ കണ്ടതാണ് 2 വർഷത്തെ യുദ്ധത്തിനിടയിൽ അവിടുത്തെ ആശുപത്രികൾക്ക് മീതെ വലിയ ആക്രമണമാണ് നടന്നത്. അതിന് പറഞ്ഞിരുന്ന ന്യായം ഹമാസിൻ്റെ കമാൻഡ് സെൻറ്റേഴ്സ് ആശുപത്രിയുടെ അടിയിൽ പ്രവർത്തിക്കുന്നു എന്നാണ്. ഇപ്പോൾ ഇവിടെ ഗാന്ധി ആശുപത്രിക്ക് മേൽ ആക്രമണം നടത്തിയിരിക്കുന്നു. ഒപ്പം തന്നെ നമ്മൾ പറയുന്ന പ്രധാനപ്പെട്ട രാജ്യങ്ങളിലൊക്കെ ഇന്നലെ രാത്രിയും ആക്രമണം നടന്നുവെന്നാണ് ബോധ്യമാവുന്നത്. ഇപ്പോൾ റഹീസ് സംസാരിച്ചു. അവർ തന്നെ UAEയുടെ ഡിഫൻസ് മിനിസ്ട്രി തന്നെ പറഞ്ഞിരിക്കുന്നത് 541 ഡ്രോണുകളും ഏതാണ്ട് 200-ലേറെ മിസൈലുകളും ഞങ്ങൾക്ക് മീതെ വന്നു. പക്ഷെ അതിൽ ബഹുഭൂരിപക്ഷവും അടിച്ചിട്ടു. അതുകൊണ്ടാണ് ഒരുപക്ഷെ UAEയിൽ വലിയ രീതിയിൽ ഇത് അറിയാതെ പോകുന്നത്. അതുകൊണ്ടാണ് വലിയ ശബ്ദം കേട്ടു ഇതൊക്കെ പറയുന്നത്. കാരണം അവിടുത്തെ പാട്രിയാട്ട് സംവിധാനങ്ങൾ, മിസൈൽ വേദക സംവിധാനങ്ങൾ ഉപയോഗിച്ച് UAE ഫലപ്രദമായി ആ അറ്റാക്കിനെ തടഞ്ഞു എന്നുള്ളതാണ്. പ്രധാനമായും അമേരിക്കയുടെ താവളങ്ങൾ ലക്ഷ്യം വെച്ചാണ് അത് വന്നിട്ടുള്ളത്. എന്തായാലും മരണസംഖ്യ 5 പേരിൽ ഒതുങ്ങി നിൽക്കുകയാണ്. ബഹ്റിനിൽ ഒരാൾ കൊല്ലപ്പെട്ടിട്ടുണ്ട്, 3 പേർ UAEയിൽ. ഇങ്ങനെ കൊല്ലപ്പെട്ടവരുടെ സംഖ്യ കുറവാണെങ്കിലും ആക്രമണത്തിൻ്റെ ഇതിന് കുറവുണ്ടായിട്ടില്ല. ബഹ്റിനിലെ എയർപോർട്ട് ആക്രമിച്ചു, അവിടേക്ക് ഇത് വീണു എന്നുള്ള തരത്തിൽ വാർത്തകൾ വരുന്നുണ്ട്. ക്രൗൺ പ്ലാസ എന്ന അവിടുത്തെ 5 നക്ഷത്ര ഹോട്ടൽ ആക്രമിച്ചു. ഇതിനു പുറമെയാണ് ഡ്രോണുകൾ വന്ന് ബഹ്റിനിലെ US-ന്റെ 5ാം കപ്പൽപ്പടയുടെ ആസ്ഥാനത്ത് വന്ന് വീണിരിക്കുന്നത്. കുവൈറ്റിൻ്റെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ മിസൈൽ പതിച്ചിരുന്നു. അത് അന്താരാഷ്ട്ര വിമാനത്താവളം, ഒറ്റ വിമാനത്താവളമേ ഉള്ളൂ, അത് അടച്ചിട്ടിരിക്കുകയാണ്. അതിൻ്റെ 2 കിലോമീറ്റർ അകലെയാണ് അമേരിക്കയുടെ ബേസ് ഉള്ളത്. 1991 ഇറാഖിൻ്റെ അധിനിവേശത്തിൻ്റെ സമയത്ത് അമേരിക്ക അവിടെ ഏറ്റെടുത്തതാണ്. അമേരിക്കയുടെ നിയന്ത്രണത്തിലാണ് കുവൈറ്റ് നമ്മുടെ 2 ജില്ലകളുടെ വലിപ്പം മാത്രമുള്ള രാജ്യമാണ്. അതുപോലെ തന്നെ സൗദി അറേബ്യയിൽ കാര്യമായിട്ടുള്ള ആക്രമണങ്ങളൊന്നും ഉണ്ടായിട്ടുള്ള ആദ്യ ദിവസങ്ങളിൽ റിയാദിലും ദമാമിലും ഒഴിച്ച്. കാരണം സൗദി ശക്തമായിട്ടുള്ള പ്രതിഷേധവും അറിയിച്ചിട്ടുണ്ട്. കാരണം ഞങ്ങളുടെ മണ്ണ് ഇറാനെ ആക്രമിക്കാൻ വിട്ടുകൊടുക്കില്ല എന്ന് പറഞ്ഞിട്ടും സൗദിയെയും UAE ഒക്കെ കയറി ആക്രമിച്ചത് വല്ലാതെ അവരെ പ്രകോപിതരാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് GCCയുടെ യോഗം, അടിയന്തര യോഗം 6 രാജ്യങ്ങൾ
ചേർന്ന് കൂടിയിട്ട് ഇനി വേണ്ടി വന്നാൽ നമ്മൾ എമർജൻസി സിറ്റുവേഷനിൽ തിരിച്ചടിക്കാൻ ഞങ്ങൾക്ക് അവകാശമുണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത്. അത് ഇറാന് കൊടുത്തിരിക്കുന്ന ഒരു വലിയ മുന്നറിയിപ്പാണ്. ഏത് തരത്തിലും ഞങ്ങളെ ഇനി ആക്രമിച്ചാൽ തിരിച്ചടിക്കാൻ, എന്ന് വെച്ചാൽ സൗദി, UAE അടക്കമുള്ള പ്രമുഖ രാജ്യങ്ങൾ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രധാനപ്പെട്ടതാണ്. ദശലക്ഷക്കണക്കിന് മലയാളികളും അതുപോലെ തന്നെ കോടിയിലേറെ ഇന്ത്യക്കാരുമുള്ള ഈ പ്രദേശത്ത് നടക്കുന്ന ഏത് കാര്യവും ഇന്ത്യയെയും ഏറ്റവും കൂടുതൽ കൊച്ചു കേരളത്തെയും ബാധിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ എല്ലാവരും വളരെ ആകാംക്ഷയോടെയും ആശങ്കയോടെയുമാണ് കാര്യങ്ങൾ കാണുന്നത്. ഈ പറയുന്ന കാര്യങ്ങളൊന്നും ആരെയും പേടിപ്പിക്കാനല്ല, ജാഗ്രത വേണമെന്ന് പറയാനാണ്. കഴിയുമെങ്കിൽ വീടിന് പുറത്തിറങ്ങരുത് എന്ന തരത്തിലുള്ള നിർദ്ദേശങ്ങൾ അതാത് രാജ്യങ്ങളിൽ വരുന്നുണ്ട്. വിമാന സർവീസുകൾ 10,000-കണക്കിന് വിമാന സർവീസുകളാണ് നിർത്തിവെച്ചിട്ടുള്ളത്. സൗദിയിലും അതുപോലെ തന്നെ UAE-യിലും ഖത്തറിലുമൊക്കെ ഓരോ ദിവസവും 1000-കണക്കിന് വിമാന സർവീസുകളാണ് നടത്തുന്നത്, യാത്രാ വിമാനങ്ങൾ. അതെല്ലാം റദ്ദാക്കിയിരിക്കുകയാണ്. യാത്ര ചെയ്യേണ്ട ലക്ഷക്കണക്കിന് ജനങ്ങൾ, യാത്രക്കാർ കുടുങ്ങിക്കിടക്കുന്നു. പലർക്ക് യാത്ര ചെയ്യാൻ പറ്റുന്നില്ല. കേരളത്തിൽ നിന്ന് ഇന്ത്യയുടെ വിവിധ വിമാനത്താവളങ്ങളിൽ നിന്നൊന്നും ഗൾഫിലേക്ക് പോകാൻ പറ്റുന്നില്ല. എല്ലായിടത്തും ഒരു തരത്തിലുള്ള ഒരു അനിശ്ചിതത്വമാണ്. അതിനിടയിലാണ് ഇപ്പോൾ ട്രംപിൻ്റെ ഒരു പ്രസ്താവന വന്നിരിക്കുന്നത്, ഇതിപ്പോഴൊന്നും തീരില്ല. അതിൻ്റെ അർത്ഥം ഇറാനെ കയറി ആക്രമിക്കുമ്പോൾ ഓർക്കണമായിരുന്നു, ഇത് വെനിൻസുവേലയല്ല. വെനിൻസുവേലയിലെ സൈന്യം അവരൊക്കെ മഡൂറോയ്ക്കും അദ്ദേഹത്തിൻ്റെ ഏകാധിപത്യ ഭരണത്തിനും എതിരായിരുന്നു. ഇവിടെ സംഭവിച്ചിരിക്കുന്നത് മഡൂറോയെ പിടിച്ചു കൊണ്ടുപോവുകയും ഇവിടെ ഒരു ഷിയ മുസ്ലിംസിൻ്റെ പരമോന്നത നേതാവിനെ 30 ബോംബിട്ട് അദ്ദേഹത്തെയും 48 നേതാക്കളെയും വധിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ എതിർപ്പുള്ളവർ പോലും ഒരു കൺസോളിഡേഷൻ ഉണ്ടാവും എന്നുള്ളത് ഓർക്കണമായിരുന്നു. അതിൽ ഏറ്റവും കൂടുതലായിട്ട് SKN കാണേണ്ടത് ഇറാനിൽ അവിടെ ഈ ആയത്തുള്ള അലി ഖമനിയുടെ വധത്തെ മരണത്തെ രക്തസാക്ഷിത്വമായിട്ടാണ് അവർ കണ്ടിരിക്കുന്നത്. അതുകൊണ്ട് 40 ദിവസം ദുഃഖാചരണം. ഇത് ഷിയ പാരമ്പര്യം അനുസരിച്ച് ഒരു രക്തസാക്ഷി, അത് സുപ്രീം ലീഡർ കൊല്ലപ്പെട്ടാൽ അവരുടെ രക്തത്തിന് വില പറയും, അല്ലെങ്കിൽ രക്തം ഒരു കടമായി കിടക്കും, അതിന് പ്രതികാരം ചെയ്യണം എന്നുള്ള തരത്തിൽ ഒരു ചിന്ത അവിടെ ഉണ്ടായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ പെട്ടെന്നൊരു യുദ്ധം നിർത്താനോ കീഴടങ്ങാനോ ഇറാൻ തയ്യാറാവുമോ എന്നറിയില്ല. പക്ഷെ ഇറാന് പ്രശ്നങ്ങളുണ്ട്. 500 സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെയാണ് 200 യുദ്ധവിമാനങ്ങളുമായി ഇസ്രായേൽ ആദ്യ അറ്റാക്ക് നടത്തിയത്. ടോമഹോക്ക് മിസൈലുമായി USS അബ്രഹാം ലിങ്കനിൽ നിന്ന് അമേരിക്കയും ഒരുമിച്ച് നടത്തിയ ആക്രമണത്തിൽ വൻ നാശനഷ്ടമാണ് ഇറാന് സംഭവിച്ചിരിക്കുന്നത്. ഇറാന് ഒരു തരത്തിൽ കീഴടങ്ങാൻ തയ്യാറാവാനായിട്ട് ട്രംപ് പറഞ്ഞിരിക്കുന്നു. പക്ഷെ കീഴടങ്ങിയില്ലെങ്കിൽ മരണമാണെന്ന് പറയുന്നു. അതിനിടയിൽ 10 നാവിക കപ്പലുകൾ ഇറാന്റെ അമേരിക്ക മുക്കിയിട്ടുണ്ട്. തിരിച്ച് അബ്രഹാം ലിങ്കനെ അറ്റാക്ക് ചെയ്തു 4 ബാലിസ്റ്റിക് മിസൈൽ എന്ന് അവകാശപ്പെട്ടെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടില്ലെന്നാണ് അമേരിക്ക പറയുന്നത്. എന്തായാലും അമേരിക്കയ്ക്കും ഇറാനും ഈ യുദ്ധം ഒരുപാട് മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. പക്ഷേ അടി തുടങ്ങിയ സാഹചര്യത്തിൽ ഇറാൻ അങ്ങനെ കീഴടങ്ങുമെന്ന് പ്രതീക്ഷിക്കേണ്ട. ഒരു പ്രത്യേക കാര്യം കൂടി ഉള്ളത് SKN, ഈ യുദ്ധങ്ങളിലൊക്കെ എയർഫോഴ്സ് അല്ലെങ്കിൽ വ്യോമാക്രമണം നടക്കുകയും മിസൈൽ അയക്കുകയൊക്കെ ചെയ്താലും ഒരു രാജ്യം പിടിച്ചടക്കണമെങ്കിൽ കരയുദ്ധം വേണം. കരയുദ്ധത്തിൽ ഏതാണ്ട് 6,60,000 സൈന്യവും റിസർവ് സേനയുമുള്ള ഇറാനെ പരാജയപ്പെടുത്തുക എളുപ്പമല്ല. അമേരിക്കയുടെ 40,000-ലേറെ സേനയാണ് ഇവിടെ ഉള്ളത്. അവിടെ 6-7 ലക്ഷം സേന ഇറാനുണ്ട്. അതുപോലെ തന്നെ ഇസ്രായേൽ 1 ലക്ഷം റിസർവ് സേനയെ ഇന്നലെ രാത്രി ജോലിക്ക് ഹാജരാവാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഇതൊക്കെ വന്നാലും ഈ എയർഫോഴ്സിൻ്റെ സുപ്പീരിയോറിറ്റിയിലും നാവികസേനയുടെ ശക്തിയിലുമാണ് ഈ യുദ്ധം നടക്കുന്നത്. ഇറാഖിൽ ഭരണം പിടിച്ചപ്പോൾ, അഫ്ഗാനിസ്ഥാനിൽ പിടിച്ചപ്പോൾ, ലെബനനിൽ പിടിച്ചടക്കിയപ്പോഴൊക്കെ അമേരിക്കയ്ക്കും നാറ്റോ ശക്തികൾക്കും വലിയൊരു കരസേന അവരുടെ കൂടെ ഉണ്ടായിരുന്നു. ആ തരത്തിലുള്ളൊരു കരസേന വെച്ച് ഇവിടെ ഇറാനിൽ കയറി ആക്രമിച്ച് കീഴടക്കാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവരുടെ പരമോന്നത നേതാവിൻ്റെ കൊലപാതകത്തിൽ പ്രതിഷേധിച്ച് അവരൊക്കെ ലക്ഷക്കണക്കിന് ആൾക്കാർ തെരുവിലിറങ്ങിയിരിക്കുകയാണ്. അതുകൊണ്ട് ഇറാനിലേക്ക് കരസേനയുമായി കയറുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമല്ല. ഇതെല്ലാം കൂട്ടി വായിക്കുമ്പോൾ SKN കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യത ഉണ്ട്. ഒരുപക്ഷെ ഗൾഫ് രാജ്യങ്ങളിലേക്കുള്ള ആക്രമണം ഇറാൻ നിർത്താൻ സാധ്യതയുണ്ട്. കാരണം അവർക്ക് ഇസ്രായേലിനെയും അമേരിക്കയും ടാർഗറ്റ് ചെയ്താൽ മാത്രമാണ് മറ്റ് അറബ് രാജ്യങ്ങളിലെ ജനങ്ങളുടെ പിന്തുണ ലഭിക്കുക. ഇപ്പോൾ അവരെ ഒന്ന് വരട്ടാൻ വേണ്ടി അത് ഉപയോഗിച്ചിരിക്കുന്നു. പക്ഷേ
ഈ GCC രാജ്യങ്ങളുടെ ഭീഷണി വന്ന സാഹചര്യത്തിൽ ഇനി സൗദിയിലേക്കും UAE-യിലേക്കും ബഹ്റിനിലേക്കൊക്കെ മിസൈലുകൾ അയക്കുന്ന അവസ്ഥയിൽ നിന്ന് അവർ മാറി കളിക്കാനായിട്ടുള്ള സാധ്യതയുണ്ട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.